10 മണി ചെടികൾ കാണാൻ അടിപൊളിയാണ്, വളർത്താൻ എളുപ്പമാണ്. എന്നാൽ ഇവയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇവയെ വളർത്തുമ്പം എല്ലാവർക്കും വരുന്ന പ്രധാനമായ 2 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തന്നെ ഇവരെ പോലുള്ള പുഴുക്കളും, രണ്ടെന്ന് പറയുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ്. അപ്പോൾ ഇതുപോലുള്ള പുഴുക്കൾ വന്നാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതുണ്ട്. ഇത് നല്ല ആരോഗ്യമുള്ളൊരു തണ്ടായിരുന്നു. ആ പുഴുക്കൾ കയറിയിട്ട് അത് മൊത്തത്തിൽ അത് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചെടികൾ നശിപ്പിച്ച് കളയുകയാണ് പുഴുവിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് പറക്കിയെടുത്ത് കളയുകയാണ് ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 10 മണികൾക്ക് അല്ലെങ്കിൽ സിൻഡ്രല്ല വെറൈറ്റികൾക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ്. വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വേപ്പെണ്ണയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളീച്ചയുടെ ശല്യം കാണുന്ന തണ്ട് നശിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇല്ല ആ ഒരു തണ്ടേ ഉള്ളൂ എന്ന രീതിയിൽ, അതായത് വേറെ തണ്ടുകളൊന്നും ഇല്ല നമ്മുടെ ആ വെറൈറ്റിയിൽ എന്ന രീതിയിൽ ആ തണ്ട് എന്തായാലും കീപ്പ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേപ്പെണ്ണ തളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 മണികൾ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവുമായിട്ടുള്ള ചെടിയാണ്. അതുകൊണ്ട് കട്ടി കൂടി ഒരു കാരണവശാലും സ്പ്രേ ചെയ്യരുത്. അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ കരിയാൻ തുടങ്ങും. അതുകൊണ്ട് കട്ടി നല്ല രീതിയിൽ കുറച്ചതിന് ശേഷം ആ സ്മെല്ല് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വെള്ളിച്ചയുടെ ശല്യം ഒഴിവാക്കാൻ സാധ്യമാകുന്നതാണ്. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ ഒരു 10 മണിയുടെ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള വെറൈറ്റിയാണ്. അതിൻ്റെ അകത്ത് മിക്സഡ് വരുന്നതുണ്ടോ, ഇത് ഒരു സിംഗിൾ കളറാണ്, കണ്ടില്ലേ? ഈ ഒരു സിംഗിൾ കളർ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മിക്സഡായിട്ട് കണ്ടോ പരാഗണം നടന്നിട്ട് മിക്സഡ് കളറുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന തണ്ടുകളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച് പുതിയ പൂക്കളാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ഫ്ലവറിങ്ങിന് ശേഷം ഇതേ പാറ്റേൺ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു വെറൈറ്റി ആക്കി മാറ്റാൻ സാധ്യമാകുന്ന രീതിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് പോട്ടുലക്ക അല്ലെങ്കിൽ സിൻഡ്രല്ല എന്നൊക്കെ പറയുന്നത്.